നമസ്കാരം. ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ്. പാമ്പുകളെ കുറിച്ചുള്ള ഭയത്തെ അറിവാക്കി മാറ്റുകയും ആയിരക്കണക്കിന് പാമ്പുകളെ രക്ഷിച്ച് അതിൻ്റെ സങ്കേതങ്ങളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്ത വന്യജീവി സംരക്ഷകൻ കൂടിയ ശ്രീ വാവാ സുരേഷ് ഏട്ടനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ജീവിതം പല പ്രാവശ്യം അദ്ദേഹത്തിന് ജീവന് പോലും അപകടമുണ്ടായപ്പോൾ അതൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ തൊഴിൽ തുടരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളും പാമ്പുകളെ കുറിച്ചുള്ള നമുക്ക് ലഭിക്കേണ്ട ധാരണകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണത്തിലൂടെ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. തീർച്ചയായും കേരളം ഉറ്റുനോക്കുന്ന, എവിടെ ചെന്നാലും ആരാധകരുള്ള മനുഷ്യസ്നേഹിയായ ശ്രീ വാവാ സുരേഷ് ഏട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ സ്റ്റുഡിയോയിലേക്ക് എത്തുവാനും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സുരേഷ് ചേട്ടാ. നമസ്കാരം. സുഖമായിരിക്കുന്നല്ല? സുഖമായിട്ടിരിക്കുന്നു. സന്തോഷം. നന്നായിരിക്കട്ടെ. ചേട്ടനെ ഒരുപാട് തവണ വിളിച്ച് നമുക്കറിയാം, അപ്പോഴൊക്കെ തിരക്കുകൾ മനസ്സിലായി. അപ്പൊ ഈ ഒരു രംഗത്തേക്ക് ചേട്ടൻ വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ ഒരു രംഗത്തേക്ക് സത്യം പറയാൻ വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ജീവിത സാഹചര്യങ്ങൾ. നമ്മളെല്ലാവരെയും ഓരോ വഴിക്ക് തിരിക്കുന്നത് നമ്മുടെ നമ്മൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ്. കാരണം നമ്മൾ ചിലപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്, കുറച്ച് സാമ്പത്തികമുള്ള കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ജോലിയുള്ള സാമ്പത്തിക പദ്ധതിയുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ ഒരിക്കലും ഈ മേഖലയ്ക്ക് വരില്ല, ഞാൻ മറ്റേതെങ്കിലും ഒരു മേഖലയായിരിക്കും. കാരണം ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നതിന് കാരണം വീട്ടിലെ പശ്ചാത്തലം. കാരണം ഞാൻ അച്ഛൻ്റെ പേര് ബാഹുലയാണ്. അച്ഛൻ മരണപ്പെട്ടു, 1 വർഷമായി, ക്യാൻസർ ആയിരുന്നു. അമ്മയുടെ പേര് കൃഷ്ണമ്മ എന്നാണ്, അമ്മ വീട്ടിലുണ്ട്. മൂത്തച്ഛൻ്റെ പേര് സത്യദേവൻ എന്നാണ്. അതിൻ്റെ നേരെ ഇളയാളുടെ പേര് ഗിരീഷ് എന്നാണ്. എൻ്റെ പേര് സുരേഷ് എന്നാണ്. വാവ സുരേഷ് എന്നല്ല, സുരേഷ് എന്നാണ്. അമ്മ വിളിച്ചിരുന്ന പേര് മാത്രമാണ് വാവയെന്ന്. പിന്നെ അതിൻ്റെ നേരെ ഇളയാളുടെ പേര് ലാലി എന്നാണ്, LALY ലാലി എന്നാണ്. ഞങ്ങൾ അച്ഛൻ്റെ പിന്നത്തെ കുട്ടികളുടെ പേരെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും അമ്മലെ മുത്തശ്ശിയുടെ ഒക്കെ ആദ്യത്തെ അക്ഷരം ഉണ്ടാവും. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ. അച്ഛൻ്റെ പേര് ബാഹുലയനിട്ട് സത്യദേവനിൽ ഒരു ഇതുമില്ല. കൃഷ്ണമ്മയായിട്ട് യാതൊരു ബന്ധമില്ല. ഗിരീഷനിലും അതില്ല. പിന്നെ അവസാനം ഇതുണ്ടെന്നുള്ളേ ഉള്ളൂ. പിന്നെ സുരേഷ് എന്നുള്ളതിൽ മാത്രം ഉണ്ട്, അതിലും രണ്ടുപേരും വരില്ല. പിന്നെ ലാലി LALY. ഞങ്ങൾ 4 പേരിലും ഒരു ബന്ധമില്ല. അപ്പോൾ ഞാൻ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ഗ്രാമം എന്ന് പറഞ്ഞാൽ ശ്രീകാര്യം ചെറുവയ്ക്കാന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിൽ ആ വഴിയൊക്കെ ഒരു ചെറിയ കുഞ്ഞു വഴി എൻ്റെ ഓർമ്മയിൽ. അന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ പരിസരത്ത് വേറെ വീടുകളൊന്നുമില്ല, അപൂർവങ്ങളുടെ വീടുകൾ മാത്രമേ. പിന്നെ പറങ്കിമാവിൻ തോട്ടങ്ങളാണ്. പിന്നെ അത് CTC അറയിലേക്ക് കുറേ സ്ഥലം പോകുന്നു. അവരുടെ കോമ്പൗണ്ടിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ താമസം. ലയോള കോളേജിന് 70 ഏക്കർ 65 ഏക്കർ സ്ഥലമുണ്ട്. CTC അറയ്ക്ക് 206 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ അടുത്ത്, ഈ വിജനമായ സ്ഥലത്തിനടുത്താണ് ഞങ്ങളുടെ വീട്. അപ്പോൾ നമ്മൾ ആ ദാരിദ്ര്യം ഒരു കൊച്ചോലമേഞ്ഞ വീട്, പിന്നെ വലിയൊരു കുടുംബം. ഞങ്ങൾ മാത്രമല്ല, പിന്നെ എൻ്റെ കുഞ്ഞമ്മ ഒക്കെ താമസിക്കുന്ന, അമ്മയുടെ അച്ഛൻ താമസം, ഒരു വലിയ നീളത്തിലുള്ള ഒരു ഓലമേഞ്ഞ വീട്. അപ്പോൾ അവിടെ ഞങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ഒരു 8-9 വയസ്സുള്ള സമയത്തൊക്കെ നമ്മുടെ മൺവിള കോൺവെന്റ് എന്നൊരു കോൺവെന്റ്, ആ കോൺവെന്റിൽ അവർ ഈ പാവപ്പെട്ട ആൾക്കാർക്ക്, എന്താ പറയുക, കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പയ്യു, ആട്, ഇങ്ങനെ കോഴിയെ കൊടുക്കുന്നൊരു കാലഘട്ടമുണ്ട്. അങ്ങനെ എൻ്റെ അമ്മ തൊട്ടടുത്ത പള്ളിയിലേക്ക് പോയി സിസ്റ്ററെ കാണുന്നു. അങ്ങനെ ഒരു പശുവിനെ കൊടുക്കും. പശു കുഞ്ഞ് എന്നാണ് ഞങ്ങൾ അതിന് പേര് നൽകിയത്. ഈ കൊമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞു ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കുഞ്ഞും ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ നാനി എന്നാണ് വിളിച്ചത്, ശങ്കരി എന്നാണ് വിളിച്ചത്. അങ്ങനെ ആ പശു കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയപ്പോൾ അമ്മയ്ക്ക് പുല്ലരിയാൻ പോകണം. പുല്ലരിയാൻ പോകുമ്പോൾ ഞങ്ങൾ കൊച്ചുമക്കളല്ല, അപ്പം ഞങ്ങളും കൂടെയൊക്കെ യാത്ര ചെയ്യും. ഞാനായിരുന്നു, ചിലപ്പോൾ ചേട്ടന്മാരെ യാത്ര ചെയ്യും. അപ്പം ഞാനൊക്കെ പോയി എവിടെയെങ്കിലും പോയിട്ട് വെളിത്തറയിൽപ്പോയി ഇരിക്കും, അമ്മ പുല്ലരിഞ്ഞുകൊണ്ടുവരും, ഞങ്ങൾ തിരിച്ചു വരും. ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പാമ്പുകളെ കാണാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ 2 പാമ്പുകൾ പെനയുന്ന കാണാനുള്ള അവസരം ഉണ്ടായി. പെനയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇണചേരണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ 2 ആണുങ്ങൾ തമ്മിൽ പെനയാറുണ്ട്. ചെറിയിലായിരുന്നാലും മുറക്കുണ്ടായിരുന്നവർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അറിയും. പിന്നെ അതിന് കുറച്ച് കഴിയുമ്പോൾ കീരി പാമ്പിനെ കൊല്ലുന്ന കാണാൻ കഴിയും. അത് കഴിഞ്ഞ് പാമ്പിനെ കീരി കൊല്ലുന്ന കാണാൻ കഴിയും. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നേരിട്ട് ചെറുപ്പത്തിലെ കണ്ടുകൊണ്ട് പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാനൊന്നും സ്കൂളിൽ പോകാറില്ല. പോകുന്ന 10 വരെ പോയിട്ടുണ്ടെങ്കിലും 10 ദിവസം സ്കൂളിൽ പോയാൽ 15 ദിവസം എവിടെയെങ്കിലും പാത്തിരിക്കും, പല പറമ്പിലോ പാടത്തൊക്കെ പോയി പാത്തിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം. അപ്പോൾ ഒന്നും നമുക്കറിയില്ല, വീട്ടിൽ ദാരിദ്ര്യം നിറഞ്ഞ കാലഘട്ടം. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പാത്രം കൊണ്ടും ചോറ്, മഞ്ഞപ്പൊടി, പൊടി വാങ്ങാണ്ട് അന്നത്തെ ഏറ്റവും കൂടിയ ബാഗാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും കൂടിയ ബാഗാണ് ഞങ്ങൾ ദാരിദ്ര്യമാണെങ്കിൽ ഉപയോഗിക്കുന്നത്. LG കായത്തിന്റെ മറ്റേ സഞ്ചി ഉണ്ടല്ലോ, തുണി സഞ്ചി, അതാണ് ബുക്കൊക്കെ ഇട്ടുകൊണ്ടുപോകുന്നത്. പിന്നെ തൊട്ടടുത്ത വീട്ടിലെ പ്രതാപൻ എന്ന് പറഞ്ഞ ഒരു മാമനുണ്ട്. അത് അവർക്ക് വലിയ സമ്പത്തിയുള്ളതാണ്. അപ്പോൾ അവരുടെ മോനൊരു മോനെയുള്ളൂ. ആ മോനൊക്കെ ഉപയോഗിച്ചിട്ട് തീരാറാവുന്ന ട്രൗസറുകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ മിക്കവാറും കോട്ട ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. നമ്മൾ തുന്നി കെട്ടി നമ്മളത് സ്കൂളിൽ ഇട്ടുകൊണ്ടുവന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ. പിന്നെ മറ്റുള്ളവരത് ഓർക്കുന്നുണ്ടോ എനിക്കല്ല, നമുക്ക് മറക്കാൻ പാടില്ല. നമ്മൾ
അനുഭവിച്ച പാഠങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ സ്കൂളിൽ പോകാതെ അങ്ങനെ പാടത്തോടൊക്കെ പോകുന്ന സമയത്ത് തോട്ടിൽ വെള്ളം കാണത്തില്ല. അപ്പോൾ മീനുകൾ ഇങ്ങനെ തുടിക്കും. അപ്പോൾ ഞാൻ അതിന് വെള്ളമുള്ള സ്ഥലത്ത് വെള്ളം എടുത്തുകൊണ്ട് ഇതിനെയൊക്കെ പിടിച്ചിട്ട് പോങ്ങുംപൂട് എന്ന് പറഞ്ഞാൽ പോങ്ങുംപൂട് താഴെ ബാബുജിയുടെ താഴെ കേട്ടിക്ക് ഒരു അമ്പലത്തിന്റെ കുളമുണ്ട്, അവിടെ കൊണ്ടുവിടും. അപ്പൊ ആ സമയത്തൊക്കെ ഇങ്ങനെ നെൽക്കോലിയൊക്കെ മാളത്തെയും തലയിട്ടിരിക്കണൊക്കെ നമുക്കൊരു കൗതുകമാണ്. അങ്ങനെ ഒരിക്കൽ ഒരു സ്കൂളിൽ പോയ ഒരു പാടത്ത് പാത്തിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ മുന്നിൽ കൂടെ പോകുന്നു. മുന്നിൽ കൂടെ അതിങ്ങനെ എഴിഞ്ഞു പോയി. അത് പാമ്പാണോ മൂർക്കാണോ അത് കടിച്ച് നമ്മൾ മരിച്ചു വന്ന ഒരു ഐഡിയ ഇല്ല, നോ ഐഡിയ. ഒരു വടിയെടുത്ത് തട്ടിയപ്പോൾ അങ്ങനെ എണീറ്റ് നിന്നു. അതെന്താണെന്ന് അതേപോലെ കുറേ നേരം കളിപ്പിച്ചു. പിന്നെ കുറേ നേരം അങ്ങനെ നിന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത തോട്ടിൽ ഞാൻ തന്നെ മുമ്പേ കണ്ടുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോർലിക്സിന്റെ, അന്ന് കണ്ണാടി കുപ്പി ഹോർലിക്സ് അല്ലോ, ഹോർലിക്സിന്റെ കുപ്പി എടുത്തുകൊണ്ട് അതിനകത്ത് തട്ടി കയറ്റി ഈ അടപ്പില്ല, അപ്പൊ മാറാന്റെ ഇല ഉണ്ടല്ലോ, ചേമ്പിന്റെ ഇല, അത് വെച്ച് കെട്ടി വാഴവള്ളി വെച്ച് കെട്ടിയിട്ട് ഇറുക്കിൽ വെച്ച് ഹോളിട്ട് അങ്ങനെയാണ് നടന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവച്ച് വീട്ടിൽ അമ്മ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് കറുപ്പ്. കാക്കക്കുഞ്ഞിനെ എവിടെ കിട്ടിയാലും ഞാൻ എടുത്തുകൊണ്ട് വരും. അപ്പൊ എന്റെ സെയിം കളറല്ല, ഞങ്ങൾ ഒരുമിച്ച് ഉള്ളവരല്ല, ഒരേ കാറ്റഗറി പെടുന്നതല്ല. അപ്പൊ അതിനെയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് തീറ്റി കൊടുക്കും. 2 ഓട് വെച്ച് ചെവരിൽ 2 ഓട് സൈഡിൽ വയ്ക്കും, ഒരോട് മുന്നേ വയ്ക്കും, ഒരോട് മേലിൽ വെക്കും. എന്നിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളെ വെച്ച് തീറ്റി കൊടുത്തു. 89 കാക്ക എനിക്കുണ്ടായിരുന്നു കേട്ടോ. ആ കാലഘട്ടത്തിലുള്ള പാമ്പിനെ കൊണ്ടുവരുന്നു ആദ്യമായിട്ട്. പിന്നെ കൊണ്ടുവന്ന് ഉച്ചയൊക്കെ വെച്ച് പിന്നെ ഒരു ദിവസം അമ്മ വീട്ടിൽ കണ്ടുപിടിച്ച് പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് ആ മേഖല വീട്ടിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഇതിന് എന്താണെന്ന് പഠിക്കണമെന്ന് വെച്ചാൽ. അപ്പൊ അന്ന് പഠിക്കാൻ പറ്റില്ല, നമ്മൾ കൊച്ചു കാലഘട്ടം. അപ്പൊ ഞാൻ 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ മേശിരി പണിക്ക് പോയി തുടങ്ങി, വീട്ടിലറിയാതെ. വീട്ടിലിപ്പോൾ എൻ്റെ അച്ഛന് പെട്ടെന്നൊരു തളർവാദം പോലെ വന്നു. അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ചപ്പുറത്ത് എൻ്റെ വീട്ടിൽ പാലറക്കാണ് വിജയൻ എന്നുള്ള ചേട്ടൻ്റെ വീട് പണിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ചള്ള കൊണ്ടുപോകാൻ വേണ്ടി പച്ച മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന കട്ടിടം, അപ്പോൾ കെട്ടാൻ വേണ്ടി ചള്ള കൊണ്ടുപോകണം, ചെളി വെള്ളം ഒഴിച്ച് കലക്കണം. അപ്പൊ അതിന് ഞാൻ കൂടെ പോകും. ഞാൻ പോയി രാവിലെ ഇവിടുന്ന് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് 8:30 മണിയാകുമ്പോൾ ഇറങ്ങും. അവിടെ ചെന്നിട്ട് ചള്ള അവര് തോർത്ത് കെട്ടി തലയിൽ വെച്ചിട്ട് ഞാൻ അതും കൊണ്ട് മേശിരി എടുത്തു, മേശിരി മേളിൽ തന്നെ എടുത്തോളും. അപ്പൊ അങ്ങനെ 5 രൂപ വൈകിട്ടാണ് ഇത്. രാവിലെ 10 മണിക്ക് കഞ്ഞിയും ഉച്ചയ്ക്ക് ചോറോ എന്തെങ്കിലും സാമ്പാർ ചോറോ എന്തെങ്കിലും വൈകിട്ട് ചായങ്ങൾ. അപ്പൊ സ്കൂളിൽ വിടുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പോകും, നേരെ സ്കൂളിൽ പോലെ. അങ്ങനെ 5 രൂപ വരെ. അങ്ങനെ 5 രൂപയിൽ ലേബറായി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോൾ ഞാൻ സ്കൂളിൽ പോകാതെ 7ാം ക്ലാസ്സൊക്കെ സ്കൂളിൽ പോകാതെ മേശിരി പണിക്ക് പോയി തുടങ്ങി. അന്ന് എനിക്ക് 21, പിന്നെ അത് 5 രൂപ എന്നുള്ളത് 10 രൂപയായി, പിന്നെ 20 രൂപയായി, 21 രൂപ. അപ്പൊ ഞാൻ 10 ദിവസം സ്കൂളിൽ പോകും. എന്റെ പേര് വെട്ടാറാകുമ്പോൾ സ്കൂളിൽ പോകും. എന്റെ അമ്മയുടെ സഹോദരനായിരുന്നു നടന്ന ഹെഡ് മാസ്റ്റർ. അപ്പൊ പേര് വെട്ടാറാകുമ്പോൾ വിളിക്കും. അപ്പൊ ഞാൻ ഒപ്പിട്ട് 3-4 ദിവസം പോകും, വീണ്ടും ജോലിക്കും. അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് വന്നത്. അപ്പൊ പിന്നെ പോയി സഞ്ചരിച്ച് പല സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് മേശിരി പണിക്ക് പോയപ്പോഴത്തേക്ക് കട്ടയൊക്കെ ഇടയിൽ പാമ്പിരിക്കുന്ന കാണാൻ പറ്റി. ഇങ്ങനെ അപ്പൊ ഈ 13 വയസ്സ് തൊട്ട് തുടങ്ങിയ ഒരു യാത്രയാണ്. പിന്നെ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ എന്നെ ആൾക്കാർക്ക് വിളിക്കും. ചിലപ്പോൾ തല്ലിക്കൊല്ലാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ തല്ലിക്കൊല്ലാനൊക്കെ വിളിക്കും, ചെറുപ്പത്തിൽ തല്ലിക്കൊല്ലാനൊക്കെ വിളിക്കുക. പിന്നെ എന്നെ പിടിച്ചു തുടങ്ങി കുറച്ച് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇത് ഏറ്റവും വലിയൊരു സാധുവായ ജീവിതം. അപ്പോഴാണ് ഞാൻ അക്കാലത്തിലൊന്നും ഗുരുദേവന്റെ വാക്കുകൾ ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിത്യേന ഇത് ആയിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ പിന്നെ ഞാൻ അമ്പലങ്ങളിൽ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അമ്പലത്തിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒരു 3 തലയുള്ള ആളും 2 തലയുള്ള ആളൊക്കെ ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പൊ എനിക്കൊരു വിശ്വാസത്തിലേക്ക് പോയി, കോൺസെപ്റ്റിലേക്ക് പോയി. അപ്പൊ ഞാൻ പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകും. പ്രതിഷ്ഠകൾ, നാഗരാജാവ്, നാഗരേഖണി, നാഗേഷിയൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രതിഷ്ഠകളുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇന്നലെയോ വലിയ സാറന്മാരായ സയന്റിസ്റ്റുമാർ വരുന്നതിന് മുന്നേ ശിലയിൽ കുത്തിവെച്ചിരിക്കുന്ന പണ്ടത്തെ ആൾക്കാർ. ഇത് ആദ്യ മനുഷ്യരൂപം വരുന്നതിന് മുന്നേ കുത്തിവെച്ചിരിക്കുന്നത്. അപ്പൊ 10,000 വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ നമ്മൾ അതെന്താണെന്ന് അറിയണ്ടേ. അങ്ങനെ ഞാൻ ആ വിശ്വാസത്തിന്റെ പുറകെ സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ച് പിന്നെ എനിക്ക് മെന്റലായി. അപ്പൊ പിന്നെ അതിൽ വെച്ചാൽ മുടിയൊക്കെ വളർത്തി പിന്നെ അമ്പലത്തിൽ കിടപ്പായി, അങ്ങനെയൊക്കെ. അപ്പൊ പിന്നെ അവിടുത്തെ അമ്പലത്തിൽ ഞാൻ തന്നെയാണ് നാഗർക്ക് പാല്. അതൊക്കെ ഒരു 16-17 വയസ്സിലൊക്കെ. അപ്പൊ ഞാൻ പിന്നെ അവിടെ പോകുമ്പോൾ കേട്ടിക്ക അമ്പലത്തിലൊക്കെ കിടന്നു. അവിടുന്ന് ഞാൻ അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി ഞാൻ തന്നെയാണ് കമുവിൽ കയറി പൂക്കലെടുക്കുന്നത്, പിന്നെ തെങ്ങിൽ നിന്ന് കരിക്കെടുക്കുന്നത്. ഒന്നും ചോദിച്ചുകൊണ്ടല്ല, അടുത്തുള്ള പറമ്പിൽ കയറി കെട്ടി അമ്പലത്തിന് പോകുന്നത്. അമ്പലമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ പൂക്കല, മഞ്ഞൾപ്പൊടി ഒരുക്കുന്നത്, എല്ലാം കിഴി കെട്ടുന്നത്, ആയില്യത്തിന് എല്ലാ പറ്റും ഞാൻ എന്റെ കയ്യുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും സമൂഹം എങ്ങനെ പ്രതികരിച്ചു? സമൂഹം നല്ല സപ്പോർട്ടാണ്. പക്ഷെ പാമ്പിനെ പിടിക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ ഭയങ്കര മുടി വളർത്തി അതൊന്നും തന്നെ അതൊക്കെ എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളല്ല. അപ്പൊ എത്രയും വളർത്തിയിരുന്നു അതൊന്നും ഒരു എതിർപ്പൊന്നും പറയില്ല. സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ എന്റെ ആ ഒരു 10ാം ക്ലാസ് കഴിയുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. 10ാം ക്ലാസ് ഒക്കെ സമയത്ത് മെഡിക്കൽ ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ചെറുവക്കിലെ ഗവൺമെന്റ് UPS ആണ് ഞാൻ പഠിച്ചത്. ഹൈസ്കൂൾ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഒന്നും സ്കൂളിൽ പോകാറില്ല, വളരെ തുറന്നു പറയില്ല. ഞാൻ സ്കൂളിൽ പോകാം, എവിടെയെങ്കിലും കൂട്ടുകാരായിട്ട് കൂടി എവിടെയെങ്കിലും പോയി കിടന്നു തുടങ്ങുന്നു പറഞ്ഞ് മറ്റ് ദുശീലങ്ങളൊന്നുമില്ല. നമ്മൾ സേർട്ട് വലിച്ചിട്ടുണ്ട്. നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഞങ്ങളൊരു 3 പേരുണ്ട്. ഞാൻ പേര് രഘു എന്നൊരു കൂട്ടുകാരുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മനോജ് എന്ന് പറയുന്ന കൂട്ടുകാരെ സൂയിസൈഡ് ചെയ്തു, മരിച്ചായിരുന്നു ഈ അടുത്ത കാലത്ത്, വിദേശത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ സ്കൂൾ കട്ട് ചെയ്ത് അവിടെ എന്താ പറയുക, നമ്മളെ വീടിന്റെ സ്കൂളിന്റെ കുറച്ച് ഇപ്പുറത്തെ ഒരു അമ്മയ്ക്ക് ഒരു 55 സെന്റ് സ്ഥലമുണ്ട്. അതിന്റെ നടുക്ക് മൊത്തം കപ്പയാണ്. അപ്പൊ നടുക്ക് ഞങ്ങൾ പാത്ത് അതിന്റെ നടുക്ക് പോയിരുന്നിട്ട് കപ്പയൊക്കെ പുഴുകുന്നിട്ട്
ഷർട്ട് വലിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ രഘു എന്നുള്ള കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ അമ്മ അലക്ക് തുണി അലക്കുന്നത്. അപ്പോൾ അവർക്ക് നിത്യേന വരുമാനമുണ്ട്. പിന്നെ ഈ മനോജ് എന്ന ആളുടെ അച്ഛൻ കാളവണ്ടിയാണ്, നാരായണൻ നായർ, അപ്പൊ മരിച്ചു. അപ്പൊ അവര് ഡെയിലി പിരിവിന് നാളെ സാധനം എടുക്കാൻ വേണ്ടി അച്ഛൻ പൈസ പിരിച്ചുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പൊ അതിൽ നിന്ന് ഒരു 50-100 ഒരുക്കുണ്ട്. അപ്പൊ അതിന് ഒരു അന്ന് പനാമയും സിസ്റ്ററുമാണ് ഷർട്ട് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വരും. ഇവർ വലിക്കത്തില്ല, ഇവർ വലിക്കത്തില്ല, എന്നെ കൊണ്ട് വലിപ്പിക്കുക, എന്നെ കൊണ്ട് ചുമ്മാ വലിപ്പിക്കുക. എന്നിട്ട് അവർ നോക്കിയിരിക്കും. അപ്പൊ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ, എന്നെ കൊണ്ട് പറ്റിക്കണതിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടല്ലോ, എന്തോ സംഭവം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ആ ഷർട്ട് ഒരു ദിവസം രണ്ട് പാക്കറ്റൊക്കെ വലിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞങ്ങൾ വലിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ചേട്ടന്മാർ രണ്ടുപേരും അനിയത്തി തൊട്ടടുത്തൊരു കടയാണ് ഞങ്ങളുടെ അതിർത്തിയിൽ, ഞങ്ങൾ മാമന്റെ കടയാണ്, ചെല്ലപ്പൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ആളുകൾ ഷർട്ട് വലിച്ചിട്ട് ബീഡി വലിച്ചിട്ട് വെളിയിലിടും. ഞങ്ങൾ മിണ്ടാതെ പാത്ത് പോയത് എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ 3-4 പേരുടെ വീടിനകത്തിരുന്ന് വലിക്കും ചെറുപ്പത്തിൽ. അപ്പൊ ആ ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ ഷർട്ട് വലിച്ചു. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ശരിയല്ല, നമ്മൾ എന്താ പറയുക, ഇവർ ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പൊ ഇതിലെന്താ, അപ്പൊ ഞാൻ അന്ന് നിർത്തിയാണ്. അതിനുശേഷം പിന്നെ ഷർട്ട് വലിച്ചിട്ടില്ല, വലിക്കേണ്ട കാര്യം തോന്നിയിട്ടില്ല, വലിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ എനിക്കിത് അറിയണമെന്ന് തോന്നി, പഠിക്കണമെന്ന്. അപ്പൊ ഞാൻ നിത്യേന എനിക്ക് കോൾ അന്ന് മൊബൈലില്ലല്ലോ, നമുക്ക് മൊബൈലില്ല. അപ്പൊ അറിയാവുന്നവർ മാത്രമേ വന്ന് വിളിക്കൂ, അറിയാവുന്നവർ മാത്രം വന്ന് വിളിക്കുക, അത്യാവശ്യ കേസുകളെ എടുക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ പണ്ട് നീർക്കോലിയൊക്കെ കുരുക്കിട്ട് പിടിച്ച് കൂട്ടുകാരന്മാരെ പേടിപ്പിക്കാൻ വേണ്ടി വള്ളിയിട്ട് മറ്റേ വലുതായിട്ട് കെട്ടി കൊണ്ടു നടക്കുമായിരുന്നു. ബാഗിനകത്ത് DLG കായത്തിന് അടുത്ത തറമ ഇങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ചേര ഇങ്ങനെ പിടിക്കുക. അപ്പൊ അതൊക്കെ ഒരു കാലഘട്ടം, നമ്മുടെ എന്താ ആരും ചെയ്യാത്തൊരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെന്തോ അപ്പൊ ആളുകൾക്ക് നമ്മളൊരു എന്തോ പോലെ തോന്നുന്നു, നോക്കുമ്പോൾ നമ്മളെന്തോ വലിയ സംഭവം ചെയ്യുന്നത് പൊത്ത നിക്കറൊക്കെ കയറ്റി ഇങ്ങനെ പിടിച്ച് കയറ്റി മൂക്കറെ പിടിച്ച് നടക്കുന്ന ഒരു കാലമാണ് കേട്ടോ. അപ്പൊ ആളുകൾക്ക് നമ്മൾ എന്തോ വലിയ അത്ഭുതം പോലെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതൊരു നല്ല സംഭവമല്ല. അപ്പൊ മുന്നോട്ട് വന്നു. പിന്നെ ആരാധിക്കാൻ പോയി, പിന്നെ ആരാധനയായി മാറി. പാമ്പിനെ പിടിക്കലും ആരാധനയും കൂടെ ആയി മാറി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് സലീം എന്ന് പറഞ്ഞ ചേട്ടന്റെ വീടിന്റെ തൊട്ടടുത്ത് അമ്മയുടെ പേര്, അമ്മ മരിച്ചു, അമ്മയുടെ മകന്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. അമ്മ മരിച്ചു. അമ്മയുടെ കിണറ്റിനകത്ത് കുറെ പാമ്പുകൾ ഇങ്ങനെ കാണുന്നു, കുറെ മാളത്തിനകത്ത് കാണുന്നു. ഞാനവിടെ ചെല്ലുന്നു. ചെന്ന് മേളിൽ നോക്കിയപ്പോൾ എല്ലാ മാളത്തിൽ നിന്ന് പാമ്പുകൾ ഇങ്ങനെ തലയിട്ടിരിക്കും. അപ്പൊ ഞാൻ താഴോട്ട് ഇറങ്ങി നോക്കില്ല, അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പൊ പാമ്പ് കൊടുത്തതിൽ ഏറ്റവും റിസ്ക് ആയിട്ട് ആദ്യം പാമ്പ് കൊടുത്തൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അന്നൊന്നും ഇത് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് ഇരുന്നപ്പോൾ ഇവര് മേളിൽ നിന്ന് കല്ലിട്ടപ്പോൾ മേളിൽ വലുത് ചത്തു, വെള്ളത്തിൽ കിടക്കണം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് മേളിൽ നോക്കിയപ്പോൾ എല്ലാം തലയിട്ടിരിക്കും. പിന്നെ അതിനെല്ലാം തട്ടി കുട്ടയിലിട്ട് മേളിൽ കയറ്റി. അപ്പൊ അതും എല്ലാവരും ഭയങ്കര ബഹുമാനത്തോടെ നിന്നപ്പോൾ നമുക്കൊരു എന്തോ വലിയ സംഭവം. നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ട്രോഫി നേടും പോലെ, അല്ലെങ്കിൽ വേൾഡ് ക്രിക്കറ്റിൽ ട്രോഫി നേടും പോലത്തെ ഒരു അവസ്ഥയാണ്. ചെറുപ്പമല്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും. അത് നമുക്ക് പൈസ കൊടുത്ത് കിട്ടാത്ത സാധനമല്ലേ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ഈ സലീം എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ തന്നെ അലമാരടിയിൽ ഒരു പാമ്പ്, അതിനെയും പിടി അതിനെ കൊണ്ട് കളഞ്ഞു. എല്ലാം നമ്മൾ വെക്കത്തില്ല. നമുക്ക് ഈ വനംവകുപ്പ് പോയിട്ട് കണക്ഷൻ, വനംവകുപ്പിൽ കൊണ്ട് കൊടുക്കുന്നത്. നമ്മൾ ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് കായൽ അവിജിലമായ ആളുകളൊന്നുമില്ല. ഇപ്പൊ എല്ലാ ആളുകളെ കയ്യിലായി, ആണുങ്ങളെ കയ്യിലായി. അപ്പൊ അവിടെ കൊണ്ടങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല, ശല്യങ്ങളൊന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ രാവിലെ പണിക്ക് പോകാനായിട്ട് പിന്നെ മേശിരി പണി സ്ഥിരമാക്കി. മേശിരി പണിക്ക് പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ മേശിരി പണി ഏറ്റെടുത്തു. കാരണം വെച്ചാൽ ഏറ്റെടുക്കേണ്ട സാഹചര്യം വന്നു. അപ്പൊ ഞാൻ ഏറ്റെടുത്തു. പിന്നെ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പണിക്ക് പോകാണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ വീടിന്റെ താഴെയുള്ള ജോർജ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, ഒരു മാമനുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് ലളിത എന്നാണ്. അവർക്ക് മരണപ്പെട്ടു. ജോർജ് മാമനുണ്ട്, മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മൂത്ത മറ്റേ ഒരു രാജു എന്നാണ്. രണ്ടാമത്തെ മോളെ പേര് മിനി എന്നാണ്. അപ്പൊ അവർ വിളിച്ചു പറഞ്ഞു, മോനെ പെട്ടെന്ന് ഒരു പാമ്പെന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നു. പെട്ടെന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങി നിൽക്കാം, കുളിച്ചുകൊണ്ടിരിക്കാം. പെട്ടെന്ന് ഞാൻ പോയി വാമിനെ എടുത്തു, പിടിച്ച ആളുകളൊക്കെ നിൽക്കില്ല. അപ്പൊ അവർ മുന്നേ എന്നൊക്കെ കാണിക്കട്ടെ. അങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കുന്നതിനിടയിലാണ് ഇവിടെ കടിക്കുന്നത്. ആദ്യത്തെ കടി 25 വർഷം, 15 കൂടുതൽ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 15 ഒരു 20 വയസ്സ് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് 20 വയസ്സൊക്കെ കഴിഞ്ഞാണ്. 25 വർഷം പഴക്കമുണ്ട് ഈ കളിക്ക്. 25 വർഷത്തിലേറെ പഴക്കമുണ്ട്. ആദ്യത്തെ കടി. അപ്പൊ ഇത് ഇങ്ങനെ കടിച്ചപ്പോൾ തന്നെ കൈ വെച്ച് ഇങ്ങനെ തള്ളി പിടിച്ചു, തല അങ്ങ് അമർത്തി പിടിച്ചു. അപ്പൊ പല്ലകത്തിരിക്കല. അപ്പൊ പരമാവധി ഇതിനകത്തോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കും. കടിച്ചു തന്നെ പിടിച്ചു. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു 500 മീറ്റർ നടക്കണം. ഞാനപ്പോ അവിടെ നടന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അനിയത്തെ കാണിച്ചപ്പോൾ ഇങ്ങനെ കടിച്ചിരിക്കുന്ന അവർ കണ്ടു. അപ്പൊ കടിച്ചു കഴിഞ്ഞാൽ അവർ കടിച്ചൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇളക്കി കുപ്പിയിലിട്ട് അടച്ച് കയ്യെ കഴുകിട്ട് ഞാൻ മേശരിയാണ് തിരിച്ച് ഞാൻ പണി സൈറ്റിലേക്ക് പോകണം. ഇത് കഴുകിട്ടിന്റെ അപ്പുറത്താണ് സൈറ്റ്. അവിടെ പോയി ഞാൻ 9:30 മുതൽ 2 മണി വരെ പണി ചെയ്തു. ഉച്ചയ്ക്ക് 2 മണി. അപ്പൊ ഉച്ചയ്ക്ക് 2 മണി വരെ പണി ചെയ്തപ്പോൾ എന്നെ കാണാനായിട്ട് കല്ലമ്പള്ളിയിലുള്ളൊരു കണ്ണൻ എന്ന് പറഞ്ഞ ആൾ, അയാളുടെ ഒരു കൂട്ടുകാരനും, വിജയ് സൂപ്പറോ ലാംബോർട്ടറിയാണ് ആ വണ്ടിയിൽ വരുന്നു. അപ്പൊ 2 മണിയായപ്പോൾ കയ്യിൽ നീരൊക്കെ ആയി തുടങ്ങി. അപ്പൊ എന്റെ ചേട്ടൻ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാമെന്ന്. ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. അങ്ങനെ ഞാൻ പോകുന്നു. 3 ത്രിപിൾസ് അടിച്ച് പോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് അബോധാവസ്ഥയിലാവുന്നു. അന്ന് മുരുകേശ സാറാണ് ഡോക്ടറായിരുന്നു. ട്രീറ്റ്മെന്റ് ചെയ്തു തുടങ്ങി. അന്ന് പിറ്റന്നൊക്കെ എല്ലാവരും പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് ഒരു ശ്രീകൃഷ്ണജയന്തിയുടെ അടുത്ത ദിവസമായിരുന്നു. അപ്പൊ ശ്രീകൃഷ്ണജയന്തി എൻ്റെ വീട്ടിലെല്ലാവരും കൂടെ കുറെ ആൾക്കാർ റീത്തോട്ടൊക്കെ വന്നായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞു. റീത്തോട്ടൊക്കെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു അങ്ങ് സ്പ്രെഡായി, മരിച്ചു എന്നുള്ള സ്പ്രെഡായി. അന്ന് ഞാൻ എല്ലാവരും നല്ല കമ്പനിയാണ്. കാരണം അവിടെ എൻ്റെ ചെറുപ്പത്തെ കാലമല്ല. അപ്പൊ ഞാൻ ആളുകൾക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു വീട്ടിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ ചോദിക്കാന്നില്ല. എവന്റെങ്കിലും വിലയിൽ കയറി 1000-1500 ഇല വെട്ടുകാർ അത്
രാത്രി കരുക്കടക്കുക, രാത്രി തേങ്ങ അടക്കുക, അതൊക്കെ സ്വഭാവമാണ്. അത് നിങ്ങൾ അന്വേഷിച്ച് അറിയാൻ പറ്റും. ഒരു കല്യാണത്തിന് എൻ്റെ ചെറുപ്പത്തിൽ ഒരു വീട്ടിലൊക്കെ പാവപ്പെട്ടവരെ കല്യാണത്തിനും ഒരു തേങ്ങയോ വാഴക്കൊലയോ ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ തന്നെ നിർബന്ധമായിട്ട് പോയി വെട്ടിയെടുത്ത് കൊണ്ടു കൊടുക്കുമായിരുന്നു ആൾക്കാർ. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും എന്നെ ഒരു പരാതിയും പറഞ്ഞ ഒരു കേസ് എൻ്റെ വീട്ടിൽ ഞാൻ എന്തായാലും കൊണ്ടുപോയില്ല ആ ഒരു സാഹചര്യം. അപ്പൊ ഒരു കല്യാണം പോലും ഞാൻ അങ്ങനെ ആ ഒരു കാശോടൊക്കെ ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും വലുതായിട്ട് ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടന്റെ മേശിരി, അദ്ദേഹത്തിന്റെ സഹോദരി സീതയുടെ കല്യാണം. അതിന് ഒരു സാധനം വെളിയിൽ നിന്ന് വാങ്ങി. എല്ലാ സാധനവും ഞാൻ തന്നെയാണ്. എല്ലാ സാധനവും മറ്റു പല മലക്കറിയില്ല, മറ്റു തേങ്ങ ഉൾപ്പെടെ എല്ലാ സാധനവും അവസാനത്തെ കല്യാണം അതായിരുന്നു. പിന്നെ ഒരു കല്യാണത്തിന് അങ്ങനെ പോയില്ല. കാരണം വെച്ചാൽ ഞാനൊരു മനുഷ്യനൊരു 10-500 വാഴ നട്ടു. അപ്പോൾ ഉള്ളിൽ ലോൺ എടുത്ത് നട്ടായിരുന്നു. അതിന്റെ ഇല മുഴുവനും ഞാൻ വെട്ടി. ഏത്തവലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. രാത്രി കുറെ ആൾക്കാർക്ക് പോയി വെട്ടി. പിറ്റേന്ന് ആ പാവപ്പെട്ട ആളുടെ നിപ്പ് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നും. അപ്പൊ അതുകൊണ്ട് ഞാൻ അന്ന് അവിടെ അവസാനിപ്പിച്ചു. പിന്നെ കല്യാണം അതിന് ശേഷം വേറെ കല്യാണം നടത്തി. എന്റെ കൂട്ടുകാരന്റെ സഹോദരി കല്യാണം നടത്തി. അതും ഇതുപോലെയാണ്. വളരെ കഷ്ടപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടു. സ്വന്തം ആൾക്കാർ കോടിക്കണക്കിന് രൂപ കൊടുക്കാണ്ടായിരുന്നിട്ട് പോലും അവർക്ക് സഹായിച്ചില്ല. പക്ഷെ ഞാൻ അതെല്ലാം മംഗളമായിട്ട് പലരും മറിച്ചു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ ഒരു കാലം ആൾക്കാർക്ക് എൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനം എന്ന സ്നേഹമാണ്. എന്ത് കാര്യത്തിനും ഞങ്ങളുടെ നാട്ടിലൊരു ബാത്റൂം ക്ലോസ് കുഴി നിറഞ്ഞു, ഞാൻ പോയി കോരുന്നത് കാലഘട്ടം. അത് കിണർ വൃത്തിയാക്കുന്നു, ഞാൻ പോയി ചെയ്യും. ഓലാണെന്ന് ഞാൻ ഓലാട്ടം നോർത്തില്ല, ഞാൻ പോയി നിന്ന് ചെയ്യും. സഹായിച്ച ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് പോയി വൈകുന്നേരം വിളിച്ചിട്ട് വെച്ചു. അങ്ങനെയൊക്കെയുള്ള അപ്പൊ എല്ലാം നല്ല സ്നേഹം. അതായിരുന്നു കാലഘട്ടം. അപ്പൊ അങ്ങനെയൊന്നും ഇപ്പൊ സ്നേഹമൊന്നുമില്ല. ആ സമയത്ത് ആദ്യത്തെ കടി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിട്ട് എല്ലാവരും വന്നു മരിച്ചു. മെഡിക്കൽ കോളേജ് തന്നെ ട്രീറ്റ്മെന്റ്. എന്റെ കടയിൽ എല്ലാം ട്രീറ്റ്മെന്റ്. ഒരെണ്ണം മാത്രമേ കോട്ടയം മെഡിക്കൽ കോളേജ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്. എല്ലാ ഇപ്പൊ 5000-ഓളം കടികളുണ്ട്. വെനമസ് 5000-ലേറെ കടികളുണ്ട്. പക്ഷെ അതിൽ വെനമുള്ളത് മാത്രം 500-ഓളം കടികളുണ്ട്. അതിൽ 16 മാത്രമേ സീരിയസ് ആയിട്ടുള്ളൂ. 16 വെച്ചാൽ കോട്ടയത്തെ കടി യഥാർത്ഥത്തിൽ 13 അതിനുശേഷം 3 കിട്ടി. ആരും അറിഞ്ഞില്ല. ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞു. നല്ല കടികളാണ് ഇതൊക്കെ ഉണ്ടാ. ഈ കടി ഏറ്റവും നല്ല അടിയാണ്. കോട്ടയത്തെ കടിയൊക്കെ വലിയ അടിയാണ്. ഈ കഴിഞ്ഞ മൂർക്കൻ എല്ലാം മൂർക്കൻ. ഇതായിരുന്നു തുടക്കം. കൈമനത്ത് വെച്ച് കടി കിട്ടിയോ കഴിഞ്ഞ സെപ്റ്റംബറിൽ 2025. ആരും പറഞ്ഞില്ല ഇത് മെഡിക്കലല്ല. അത് കഴിഞ്ഞ് ഇത് കിട്ടുന്നു. ഏകദേശം 3-4 മാസം എടുത്തത് കരിയാനായിട്ട്. കോട്ടയത്തത് കടിപ്പാടൂലും ഉണ്ടായില്ല. ഇത് 3-4 മാസം എടുത്തത് കരിയാനായിട്ട്. മൊത്തം പഴുത്തളിഞ്ഞിരിക്കാൻ. അത് ലാസ്റ്റ് കിട്ടിയതാണ് ഡിസംബർ 13 കിട്ടിയാണത്. ഈ കഴിഞ്ഞ ഡിസംബറിൽ. ആരും ഒറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെയാണ് ജീവിതയാത്രകൾ. അങ്ങനെ ഇതിനോട് ഇഷ്ടം തോന്നി, ബഹുമാനം തോന്നി, സ്നേഹം തോന്നി. ആദ്യം കടി കിട്ടിയ ആൾക്കാരെല്ലാം അറിഞ്ഞ് റീത്തോട്ട് വന്നു. പക്ഷെ എന്റെ നെഞ്ചത്തേക്കുള്ള ഭാഗ്യം അവർക്ക് കിട്ടിയില്ല എന്നുള്ള ഭാഗ്യം കിട്ടില്ല. പിന്നെ അവര് നോക്കിയപ്പോ വീട്ടിന്റെ മുന്നിൽ പിന്നെ സങ്കല്പം. നമ്മൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനൊരു സങ്കല്പം മനസ്സിലുള്ളത് കൊണ്ടാണ് പ്രായമുള്ളൊരു മകൾക്കും ഒരു അച്ഛനും ഒക്കെ ഒരു കുടുംബത്തിൽ ജീവിക്കാൻ കഴിയുന്നത്. ഒരു കുടുംബത്തിൽ ഒരു കുടക്കയിൽ ജീവിക്കാൻ കഴിയുന്നത്. ആ ഒരു സങ്കല്പം ഉണ്ട്. ആ ഒരു സങ്കല്പം ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല. ആർക്കും സമാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഭയം, ഒരു ഭക്തി ഉള്ളതുകൊണ്ടല്ല ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നതിന്. പാമ്പിന് ഒരു പണ്ടുള്ള ഒരു ഭീകരജീവി എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടും അങ്ങനെ ഒരു കുറെ കഥകൾ തള്ളി വെച്ചത് കൊണ്ടല്ലേ സാധുജീവി ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഒരെണ്ണം ബാക്കി ഉണ്ടാവുമായിരുന്നു. അപ്പൊ ഈ ആദ്യ കടി ഏറ്റ് ഈ ഋതുവൊക്കെ ആയിട്ട് ആൾക്കാർ വന്നു. പിന്നെ എങ്ങനെയായിരുന്നു തിരിച്ചു? അല്ല, അവര് വന്നപ്പോഴത്തേക്ക് വീട്ടിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും. അതുകൊണ്ട് ഒരു മിണ്ടാതെ റീത്ത് വിളിച്ചിട്ട് മിണ്ടാതെ വിശേഷമൊക്കെ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, കഞ്ഞി പിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു. പിന്നെ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ എല്ലാവരും ഒരു ഭയങ്കര സംഭവത്തോടെ കാണുന്നുണ്ട്. അത് ഇത്രയും കടികിട്ടി ഇത്രയും മണിക്കൂർ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മരണത്തെ മുഖം കണ്ടിട്ട് വരുന്ന ആൾക്കാർ. അപ്പൊ ആൾക്കാർക്ക് ഒരു സ്നേഹം വേറൊരു രീതിയിലേക്കായി. വേറൊരു രീതി 10-16ഓളം തവണ മരണത്തിന് മുഖാമുഖം കണ്ടു. അതെ. അപ്പൊ ഈ കടിച്ച് നമ്മൾ ആ ഒരു അബോധാവസ്ഥയിലേക്ക് പോണ ഒരു നിമിഷം ഉണ്ടല്ലേ ഈ കടി കിട്ടി. അപ്പോഴും മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഞാൻ ലോകത്തൊന്നിനെയും ഭയപ്പെടാറില്ല. എന്നാ ഭയപ്പെടുന്ന സാധനമുണ്ട് താനും. ലോകത്ത് എനിക്ക് ഭയമുള്ളത് മനുഷ്യനെയാണ് ഒന്നാമത്. രണ്ടാമത് ഭയമുള്ളത് ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാവരും മീഡിയയിൽ കൂടെ ഓർക്കേണ്ട കാര്യം, നിങ്ങൾ നമ്മളോടൊപ്പം ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്ന ആരാണോ, ഏറ്റവും കൂടുതൽ ചിരിച്ച് 32 പല്ലും കാണിച്ച് ചിരിച്ച് നമ്മളോടൊപ്പം എപ്പോഴും കൂടുന്ന ഒരാളാണ്, ആ ആളിന് മാത്രമേ നമ്മളെ തകർക്കാൻ കഴിയുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം. അവരെയാണ് ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരുപാട് 100 കണക്കിന് അനുഭവങ്ങൾ കൂടെ നടന്നിട്ട് പണിയുന്ന അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരുപാടുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ ഞാൻ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. എന്റെ ജീവിതത്തിൽ വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കല്ലേ, ഞാൻ തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്കാണ്. ഇതിന് ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. അവരെ നമ്മൾ തിരിച്ചറിയാൻ എനിക്ക് വൈകി. പക്ഷെ ഞാൻ തിരിച്ചറിയും. ഞാൻ വീഴുന്നതിന് എന്റെ കാലിൻ്റെ മണ്ണ് മാറ്റി വരുമ്പോൾ വീഴുന്നതിന് മുന്നേ ഞാൻ തിരിച്ചറിയും ഇന്നടത്താണ് പണിയിൽ. എല്ലാം ഒഴിവാക്കും. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. പക്ഷെ എനിക്ക് ഭയമുള്ള ജീവി മനുഷ്യനാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാ മനുഷ്യരും ഞാൻ പറയുന്നില്ല, ചിലരെ. പിന്നെ ഏറ്റവും കൂടുതൽ ഭയമുള്ളത് പുഴുവിനെയാണ്. പുഴുവിന് വേറൊന്നുമില്ല, ആട്ടാൻ പുഴു. ഈ എന്താ പറയുക, നമ്മുടെ ഈ മറ്റേ പുല്ല് തിന്നുന്ന പുഴുണ്ടല്ലോ, രോമമുള്ള പുഴു. അതിനെ കാണുമ്പോൾ എനിക്ക് ഒരു വൈക്ലപ്യോ എന്ന് വെച്ചാൽ എന്റെ ദേഹത്ത് തന്നെ എന്റെ വീട്ടില് ഈ ആവണക്കെന്നൊരു ചെടിയുണ്ട്, കേട്ടിട്ടുണ്ട്? ആവണക്ക്
ആവണക്ക് എന്ന ചെടിയിൽ എപ്പോഴും പുഴുവാണ്, സീസണൽ പുഴുവാണ്. ഈ ആവണക്കിന്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകത, ആവണക്കിന്റെ ഇലയാണ് പട്ടുനൂൽ പുഴുവിന് ഫുഡായി കൊടുക്കുന്നത്. CTCR കിഴങ്ങ വിഷ്ണു കേന്ദ്രത്തിൽ അതുണ്ടായിരുന്നു. അപ്പൊ അതിന് തീറ്റ കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇത് വീട്ടിൽ വളർത്തും. അപ്പൊ നമ്മളിത് ഒരു കെട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ എത്ര രൂപ കിട്ടുവാണ്, നമ്മൾ അന്ന് 2 രൂപ 1 രൂപ പറ്റേക്കെ ഉള്ളൂ. അപ്പൊ ഇതിലെന്നും പുഴു. അപ്പൊ ഞാൻ വീട്ടിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല, ചുമ്മാ വാലാണി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചേട്ടന്മാരൊക്കെ ചുമ്മാ എന്നെ വിളിച്ചോണ്ട് അതിന്റെ അടി നിർത്തി പിടിച്ച് കുലുക്കും. അപ്പൊ ഇതിന്റെ ദൗത്യം വെച്ചു ആ ഒരു ഓർമ്മ ഇന്നും എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയമല്ല, ഒരു ഇറിറ്റേഷൻ, ഭയങ്കര ഇറിറ്റേഷൻ. അതാണ് എനിക്ക് ഏറ്റവും ഭയമുള്ള സാധനം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കടിയൊക്കെ ഇട്ട് സൂപ്പറായിട്ട് തിരിച്ചു വന്നു. പിന്നെ കൂടുതൽ സമയം ഇതിലേക്ക് പോയി. അതിനൊപ്പം എന്റെ മേശയുടെ പണി ഞാൻ ഡെവലപ്പാക്കി. എനിക്ക് 100ഓളം പണിക്കാരുണ്ടായി. അത് റിയൽ എസ്റ്റേറ്റ് ചെറിയ ചെറിയ വസ്തുക്കളൊക്കെ ആൾക്കാരെ കൊണ്ട് കാണിച്ച് അവര് വാങ്ങി കിട്ടുന്ന സമയത്ത് അവരെനിക്ക് പൈസ തരും. അങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറെ സാധനം ഉണ്ടാക്കുന്നു. അങ്ങനെ മുന്നോട്ട് സഹകരിച്ച് പോകുന്ന സമയത്താണ് എനിക്ക് അടുത്ത് നിങ്ങളുടെ നാട്ടിൽ വെച്ച് കടി കിട്ടുന്നത്. കല്ലമ്പലം വെട്ടിമൻ കുണത്ത് വെച്ച് കടി കിട്ടുന്നതാണ് ഇത്. മൂർക്കന്റെ കടി, അത് വീഡിയോയിലുണ്ട്. മൂർക്കന്റെ കടി കിട്ടുന്ന സമയത്ത് മൂർക്കനെ വളത്തിൽ നിന്ന് പിടിച്ചു. അവന്റെ വയറ്റിൽ എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ തട്ടി കളയാൻ വേണ്ടി പിടിച്ചു കഴിഞ്ഞാൽ പാമ്പിന്റെ വയറ്റിൽ ഫസ്റ്റ് ഫുഡ് ഉണ്ടെങ്കിൽ വെളിയിലേക്ക് ഒമറ്റി. അപ്പൊ നമ്മൾ കുപ്പിയിലോ ചാക്കിലോ ആക്കുമ്പോൾ അതിനകത്ത് സ്മെല്ലായി. അപ്പൊ അതിന് വെളിയിൽ കളഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എടുത്ത് തട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്തിന് പുറകെ നിന്ന് ഒരാള് എന്തോ മോശം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കുന്ന ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇത് കടി കഴിയും. പക്ഷെ ആളിപ്പം മരണപ്പെട്ടു. എന്നെ അവസാനമായിട്ട് എന്നെ കാണണമെന്നൊരു ആഗ്രഹമുള്ളൂ. ക്യാൻസർ ആയിരുന്നു, ഞാൻ കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. പക്ഷെ പോയി കാണാൻ പറ്റിയില്ല. ഇപ്പൊ മരണപ്പെട്ടു. അദ്ദേഹത്തിന് കടിയായിരുന്നത്. പക്ഷെ ഇല്ല, വേറൊരു പ്രത്യേകത അറിയാമോ, എന്റെ എല്ലാ പാമ്പ് കടി, ബലമുള്ള എല്ലാ കടികളും ഞാൻ നേരത്തെ സ്വപ്നം കാണും. നേരത്തെ സ്വപ്നം കാണുന്നത് എല്ലാവർക്കും അറിയാം. എന്നെ തിരിക്കുന്ന എല്ലാവർക്കും അത് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറയും ഇന്നതുപോലെയാണ്, എനിക്ക് ഇത്ര ദിവസത്തിനകത്ത് കടി കിട്ടും. അപ്പൊ ഞാൻ തയ്യാറാവും. ഞാൻ എന്റെ ശരീരത്തെ മനസ്സിനെ ഞാൻ ഒരുക്കും. അത് ഏത് സമയത്ത് കിട്ടാം. അപ്പൊ ഭയപ്പെടാൻ പാടില്ല. അപ്പൊ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ എനിക്ക് ആ കടി കിട്ടുമ്പോൾ ഇത്രയേ ഉള്ളൂ, കിട്ടി, അടുത്ത ട്രീറ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ നേരത്തെ അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞു നമ്മുടെ 16 പ്രാവശ്യം സീരിയസ് ആയി. 16 പ്രാവശ്യമല്ല, ഞാൻ 2 പ്രാവശ്യം വണ്ടി ആക്സിഡന്റിൽ സീരിയസ് ആയി. വണ്ടി ആക്സിഡന്റ് സീരിയസ് ആയെന്ന് പറഞ്ഞാൽ പോത്തം കുളിച്ചൊരു വണ്ടി ഇടിച്ചിട്ട് എനിക്ക് മൂന്ന് നട്ടലിന് 3 പൊട്ടലുണ്ട്. അപ്പൊ അതിലെനിക്ക് സ്പൈനൽ കൊണ്ട് കംപ്ലൈന്റ്. എനിക്ക് ഇരിക്കുമ്പോൾ ആ ബുദ്ധി, ഇപ്പൊ എനിക്ക് ഇരിക്കുമ്പോൾ വേദനയുണ്ട്. എന്നിട്ട് ഞാൻ ഇത്ര യാത്ര, ഡോക്ടർ പറഞ്ഞാൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ജോലിയൊന്നും ചെയ്യുന്നു. ഞാൻ എന്നിട്ട് ജോലി ചെയ്യുന്നുണ്ട്. സ്പൈനൽ കോഡിന് കംപ്ലൈന്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അതൊന്ന് ഏകദേശം ഡെവലപ്പ് വരുമ്പോഴാണ് എനിക്ക് അടുത്ത ഇടി തട്ടത്ത് നിലലിച്ചുണ്ടാകുന്നത്. അതിന് 3 പൊട്ടലുണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു അപകടമുണ്ട്, ആരും അറിഞ്ഞില്ല. പത്തനംതിട്ട ജില്ലയിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിനടുത്ത് ഒരു വീട് വിൽക്കാനായിട്ട് പരസ്യം കൊടുത്ത് വീട് കാണാനായിട്ട് ആൾ വരുമ്പോൾ എന്നും താഴെ ഒരു പാമ്പ് ഇവരെ മുന്നിൽ കൂടെ കയറി വീട്ടിന്റെ മുന്നിൽ വളർത്തിപ്പോകുന്നത്. എന്ത് സത്യമാണ് എന്ത് കരുതുന്നത്, പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യമൊന്ന്. ആൾ വരുമ്പോൾ താഴെ നിന്ന് കയറി നേരെ ഇവരെ മുന്നിൽ കൂടെ അടുത്തൊരു മാളത്തിൽ കയറും, സർക്കാരിന്റെ പാറയടിക്കിനകത്ത് വയ്ക്കും. അങ്ങനെ അവരെന്നെ വിളിച്ചപ്പോൾ ആരും അറിയരുതെന്നോ, അറിഞ്ഞു കഴിഞ്ഞാൽ വീട് വിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പോയി ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഞാൻ പോയി സന്ധ്യക്ക് ചെന്ന് മതിൽ പൊളിക്കാൻ തുടങ്ങിയതാണ്. തീയിടാൻ തുടങ്ങി, കിട്ടിയില്ല. ഇതിനകത്ത് സേഫായിരുന്നു. അപ്പൊ പിന്നെ മതിൽ പൊളിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിന് കുറച്ച് തീയിട്ടപ്പോൾ ഞാൻ ചെവി ഓർത്തപ്പോൾ ഇതിന്റെ ഇത് അകത്തൂടെ അടുക്കിനകത്തൂടെ അരഞ്ഞു പോകുമ്പോൾ കല്ലുകൾ അനങ്ങുമല്ലോ, ആ സൗണ്ട് എനിക്ക് കേൾക്കാം കുറച്ചപ്പോൾ. അപ്പൊ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പൊളിച്ചു തുടങ്ങി. അപ്പൊ വൈകിട്ട് തുടങ്ങിയ പണിയല്ലേ, പിറ്റേന്ന് രാവിലെ ഞാൻ ക്ഷീണിച്ചു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, വലിയ മത. അപ്പൊ ഞാൻ ഒരാളിനെ കൂടെ വിളിച്ചിട്ട് വരാം. അപ്പൊ അവർ ഈ പൊക്കം കുറഞ്ഞിട്ട് ഒരാളിനെ വിളിച്ചുകൊണ്ട് വന്നു. ഇയാള് വനത്തിനകത്രയും കല്ലെടുത്തിട്ട് പൊങ്ങുന്നില്ല. അപ്പൊ ഞാൻ ഈ ഹൈവേയുടെ സൈഡിലുള്ള സർവേക്കല്ലാണ്, അത് ഈ ഒരു പേര വളഞ്ഞിരിക്കുന്നു. ഈ പേര പിടിച്ച് ആ സർവേക്കല്ലോട്ട് കെട്ടി ടൈറ്റാക്കി വെച്ചു. ഇയാൾ ഈ കല്ലെടുത്തിട്ട് പൊങ്ങാത്ത ഞാൻ ചേട്ടാ കയറുന്നുണ്ട്, ഞാൻ കുഴിയിലിറങ്ങി. ഇയാൾ ഈ കയറി പിടിച്ച് തൂങ്ങി. അപ്പൊ ഈ മേളിലത്തെ പാറയെല്ലാം കൂടെ ഇടിഞ്ഞു വന്നു. ഞാൻ അടിയിൽ തവള പോലെ എന്റെ മുതുകിലൂടെ. അങ്ങനെ നടുവിന് 3 പൊട്ടൽ അതുണ്ടായി, തൊടയിൽ പൊട്ടലുണ്ടായി. അതാണ് അതും ഒരു അപകടമായി. അങ്ങനെ 9 പൊട്ടലാണ് എന്റെ നടുവിലുള്ളത്, തൊടയിൽ. അതിലും തന്നെ. എന്നിട്ട് അദ്ദേഹം ആ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എന്റെ കൂടെ ഡ്രൈവർ നല്ല ഉറക്കം. പുള്ളി അറിഞ്ഞു പോലില്ല ഇങ്ങനെ അപകടം പറ്റിയത്. എനിക്കൊരു അപകടം പറ്റി പുള്ളി അറിഞ്ഞില്ല. പിന്നെ അവിടത്തെ എനിക്ക് കാറിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവിടുത്തെ ആംബുലൻസിൽ അവിടുത്തെ ഒരു മാരുതി ഉണ്ട്, അതിൽ കമിഴ്ന്ന് കിടന്ന് പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വന്നു. അവിടെ നിന്ന് പെയിൻ കില്ലർ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു ആംബുലൻസ് പിടിച്ച് നേരിട്ട് വേണ്ട മെഡിക്കൽ കോളേജ്. പിന്നെ അവിടെ നിന്ന് ബാൻഡേജ് ഒക്കെ ഇട്ട് കുറച്ച് 5 ദിവസം കിടന്നു. അപ്പോൾ ഡോക്ടർ എണീക്കരുത്. ഞാൻ എണീറ്റ 3 ഞാൻ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് വേണ്ടി. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു നല്ല തിരക്കായി സമയം, നല്ല ഒരുപാട് സ്ഥലത്ത് നിന്ന് കോളുകൾ വരുന്നു, രാജകമ്പല കേസുകൾ വരുന്നു, എല്ലാം നല്ല ഇതായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. അതിനുശേഷമാണ് പോത്തൻകുളത്തേക്ക് അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് തട്ടത്തോലെ അപകടം ഉണ്ടാകുന്നത്. അതിന് മുന്നേ ഉണ്ടായി. ഞാൻ ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത്, ഞാൻ ഈ ആളുകൾക്ക് ഈ വീട്ടിൽ സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കുള്ള ബ്ലഡ് കൊടുക്കുമല്ലോ. അങ്ങനെ RCC ഒരു പ്രാവശ്യം ബ്ലഡ് കൊടുത്തു.
കൊടുത്തിട്ട് അടുത്തൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൊടുക്കണം. അപ്പോൾ ഒരു പയ്യൻ വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു, വന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ബ്ലഡ് കൊടുത്തു. സമയം വരുന്നില്ല 3 ദിവസം. അല്ല, കൊടുക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞില്ല, ഈ അടുത്ത അടുത്ത് കൊടുത്തില്ല. പിന്നെ മെഡിക്കൽ കോളേജിലായിരുന്നു. അത് ഞാൻ കൊടുത്തിട്ട് വന്നപ്പോൾ എനിക്ക് നല്ല ക്ഷീണം. അങ്ങനെ ഞാൻ തെങ്ങിലേക്ക് കയറി, മരങ്ങളിലേക്ക് കയറി, എല്ലാ മരങ്ങളും കയറി നട്ടാൻ. അങ്ങനെ മരത്തിൽ കയറി, തെങ്ങി കയറി കരുക്കടക്കാനായിട്ട്, കണ്ടവന്റെ കരുക്കാട്ടോ, സ്വന്തമൊന്നുമല്ല, കണ്ടവന്റെ കരുക്കടത്ത് പിടിക്കാനായിട്ട് പോയി. മരത്തിൽ തെങ്ങി കയറി ഇങ്ങനെ പിടിച്ചത് ആ മടല് ഇരിഞ്ഞ് താഴെ പോന്നു, നേരെ താഴെ പോന്നു. അതിലും കയ്യിലും പൊട്ടലുണ്ടായി, കഴുത്തില് ഈ കഴുത്തിനൊരു വളവുണ്ടായി. അതൊക്കെ ഒന്നിനും ഞാൻ കിടന്നിട്ടില്ല എന്നുള്ളതാണ്. അവര് പറയും 2 മാസം കണ്ട ഒരു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈ കയ്യിലതൊക്കെ ഞാൻ ഒരു 3 എടുത്തോളാം, എന്നിട്ട് പണിക്ക് പോയി. ഇതെല്ലാം ഡാമേജാണ്, ഇത് മൊത്തം ഡാമേജാണ്. ആദ്യത്തെ ട്രീറ്റ്മെന്റിൽ തന്നെ ലിവറിന് പ്രശ്നം ഉണ്ടായി. ലിവറിന് പ്രശ്നം, മരുന്ന് അമിതമായിട്ട് മരുന്ന് വെച്ചപ്പോൾ ലിവർ വീക്കമാണ്. അപ്പൊ ലിവർ പ്രശ്നം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കും, കള്ളുകുടിക്കാരനായി. ജീവിതത്തിൽ ഇന്നുവരെ കള്ളു പിടിച്ചിട്ടില്ല, ഇന്നുവരെ കള്ളു പിടിച്ചില്ല. ഇഷ്ടം പോലെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ കള്ളു പിടിക്കുന്ന ആൾക്കാർക്ക് ഇരുന്നിട്ടുണ്ട്. കള്ളു പിടിക്കുന്ന ആൾക്കാർ ബാറിൽ പോകുമ്പോൾ അവരുടെ ഞാൻ പല സാഹചര്യം ചെന്ന് ഇരുന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുടിക്കാണ്ട് തോന്നില്ല. പിന്നെ എനിക്ക് ആരും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ചിലർ ഭയങ്കര കളി, എന്റെ കണ്ണിങ്ങനെ എന്തെങ്കിലും കണ്ട് പലരും പറഞ്ഞു ഭയങ്കര കള്ളു കുടിക്കാനാണെന്ന്. ഞാൻ മിണ്ടാൻ പോയിട്ടില്ല. നമ്മൾ ചില ഒരാളിന് സ്വന്തം ഒരു മകൻ ചെറുപ്പക്കാർ പ്രായം കുറഞ്ഞൊരു അമ്മയായിട്ട് ബൈക്കിൽ യാത്ര മോശം പറയുന്ന ആൾക്കാർ ചിലരുള്ള കാലമാണ്. സ്വന്തം സൗകര്യം കൊണ്ട് ബൈക്കിൽ പോയി കഴിഞ്ഞാൽ മോശം പറയുന്ന ആൾക്കാരുടെ കാലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ മാത്രം അറിയാം, നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തുന്നില്ല. പ്രത്യേകിച്ച് അങ്ങനെ സർട്ടിഫിക്കറ്റ് നമുക്കൊന്നും നേടാനുമില്ല. അപ്പൊ അങ്ങനത്തെ പിന്നെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ കുടിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ നന്നായിട്ട് കുടിക്കുമായിരുന്നു. അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇപ്പൊ ക്യാൻസർ തൊണ്ടയിൽ ക്യാൻസറിന്റെ അവസ്ഥ ഇതിലേക്ക് എത്തിച്ചത്. അതൊക്കെ പോട്ടെ, അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഫുൾ ടൈം തിരക്കിലേക്ക് വന്നു ജീവിതം.